സെഗ്മെന്റിന്റെ പേര് ലെവൽ ക്രോസ്. ആ ലെവൽ ക്രോസ് ചെയ്താലേ ഈ സെഗ്മെന്റ് ഒക്കെ കറന്ന് അവിടെ പോയിരിക്കാൻ പറ്റുള്ളൂ. അതിപ്പോഴും പോവാണ്. അത് പറ്റില്ല. ഇവിടത്തെ റൂൾ പ്രകാരം ഇത് ക്രോസ് ചെയ്യാണ്ട് ധ്യാൻ ചേട്ടൻ ഇനി ഈ പൂക്കളത്തിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ വിടില്ല. അതൊക്കെ ക്രോസ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് അവർ 3 പേർ. ഒരു വർഷമായിട്ട് ക്രോസ് ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും ഗെയിമിലേക്ക് പോവാം. അപ്പൊ പുലിയൊക്കെ വരുന്നുണ്ടല്ലോ ധ്യാൻ ചേട്ടാ, പേടിക്കണ്ട, വരൂ. അപ്പൊ പ്രോപ്പർട്ടി എത്തി. ഒരു പിന്നും ഉണ്ട്. ഇതിൽ ഏത് ബലൂൺ വേണമെങ്കിലും ധ്യാൻ ചേട്ടൻ ചൂസ് ചെയ്യാം. ഇതിന്റെ അകത്ത് കുറച്ച് പേപ്പേഴ്സ് ഉണ്ടോ മൂന്നെണ്ണത്തിലും. അപ്പൊ അതിലൊരു ടാസ്ക് ഉണ്ട്, അത് ധ്യാൻ ചേട്ടൻ ചെയ്യണം. ഒന്ന് പൊട്ടിക്കാവുള്ളേ. ഞാൻ ഒന്ന് പൊട്ടിച്ച് നേരത്തെ കുടുങ്ങിയതാ. ലെവൽ ക്രോസ് സെഗ്മെന്റ്. താങ്കൾ അഭിനയിച്ച 10 സിനിമകളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ 1 മിനിറ്റ് കൊണ്ട് ഒറ്റ ശ്വാസത്തിൽ പറയുക. സിമ്പിൾ അല്ലേ? എത്രയോ പടങ്ങൾ ചെയ്തിരിക്കുന്നു. ആഴ്ചക്ക് 20 സിനിമ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഓർത്തിരിക്കാൻ എല്ലാ പേരിലും ഞാൻ പടം ചെയ്തിട്ടുണ്ട്. ശരത്ത്, ഷാന്, എല്ലാ പേരിലും ഞാൻ പടം ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യാത്ത അപ്പൊ 1 മിനിറ്റ് 10 എണ്ണം. അശ്വിൻ, ശരത്ത്, ഷാന്, വിനോദ്, സതീഷ്, വിനീത്, ഉജ്ജ്വലൻ, എല്ലാത്തിനും ചെയ്തിട്ടുണ്ട്. ശരത്ത് കഴിഞ്ഞൊരു പടത്തിൽ ശരത്തായിരുന്നു. വിനീത് ഉണ്ടോ? അത് ചുമ്മാ, അത് അടച്ചടിച്ചിട്ടത്. കാരണം വിനീത് നിനക്ക് കിട്ടിയാലും നീ ചെയ്യില്ല. ഇല്ല, ചെയ്യില്ല. ക്യാരക്ടറായിട്ട് മാച്ച് ആയി പോവില്ല പേര്. നടക്കില്ല. ഉള്ള 10 പേര് പറ. ഷാനൊക്കെ ഉണ്ട് ശരിക്കും. കാര്യട്ടുണ്ടോ? ശരത്തുണ്ട്, പിന്നെ ഉജ്ജ്വലൻ, വേണു, വർഷങ്ങൾക്ക് ശേഷം, അടികപ്പ്യാരെ, ബാനു, കുഞ്ഞിരാമായണം, ലാലു, ഒരേ മുഖം, സക്കറിയ പോത്തൻ. പടത്തിന്റെ പേരൊന്നും ഓർമ്മ വരുന്നില്ല അല്ലേ? ഇല്ല. വരുൺ. പടം പറ. എനിക്ക് ഓർമ്മ ഇറങ്ങാൻ പോകുന്ന ഏതെങ്കിലും ഒരു പടം കാണാൻ കൊള്ളാവുന്ന. പ്രിൻസ് ആൻഡ് ഫാമിലി. പ്രിൻസ് ദിലീപേട്ടൻ, ഇത് ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന പടം വള, പുരുഷോത്തമൻ നായർ. ശരിക്കും ഈ പ്രായം തന്നെ. ആക്ച്വലി സ്പീക്കിംഗ് ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, ഒറ്റ ശ്വാസത്തിൽ എന്നാ പറഞ്ഞത്. ഇത് ഒരു ശ്വാസത്തിലാ പറഞ്ഞത്. ഓരോ പേര് പറഞ്ഞപ്പോൾ കിതക്കുമായിരുന്നു. അല്ല, ഇതൊക്കെ കറക്റ്റാ. പക്ഷെ പേരുകൾ കുഴപ്പമില്ല, പേരുകൾ ഓർത്തെടുത്ത് പറഞ്ഞല്ലോ. സൂപ്പർ.